ഓരോ ഓർഡേഴ്സും ചെയ്യണതിന് മുമ്പായിട്ട് കൗണ്ടർ ടോപ്പൊക്കെ അതുപോലെ വൃത്തിയായിട്ട് തുടച്ചെടുത്ത ശേഷം പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് മെസ്സാവില്ലല്ലോ. പിന്നെ ഇതേപോലെ ഹെഡ് ക്യാപ്പൊക്കെ വെക്കും. പക്ഷെ അതെനിക്കിഷ്ടമല്ല കേട്ടോ, ഭയങ്കര ചൊറിച്ചിലാണ് അത് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ നിവർത്തിയില്ലല്ലോ. 1/2 kg ചോക്ലേറ്റ് ബ്രൗണിയുടെ ഓർഡറായിരുന്നു. അപ്പോൾ ഓരോ ഓർഡേഴ്സും നമ്മൾ പ്രീമിക്സ് ഒന്നും യൂസ് ചെയ്യാതെ സ്ക്രാച്ച് നാട്ടം ഉണ്ടാക്കണത്. അപ്പോൾ നല്ല നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പഠിച്ച റെസിപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് മെഷർമെൻറ്റ്സൊക്കെ എടുക്കാറ്. അല്ലെങ്കിൽ അങ്ങനെ ഓർമ്മ നിൽക്കില്ലല്ലോ. അപ്പോൾ മറന്നുകൊണ്ടാ പിന്നെ തെറ്റണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ അടുത്ത് തന്നെ വെക്കാറുണ്ട് കേട്ടോ പ്രിൻ്റ് ഔട്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കുറേ കാലം യൂസ് ചെയ്ത മോർഡയുടെ ചോക്ലേറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് വാനിലിയറുടെയാണ്. വാനിലിയർ മോർഡയെക്കാട്ടിലും കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാലും ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. മോർഡ എനിക്കിപ്പോൾ ഇഷ്ടാവണില്ല. അപ്പോൾ അതാ ചോക്ലേറ്റ് ബ്രൗണി നമ്മൾ നല്ല നല്ല ചോക്ലേറ്റ്സും അതുപോലെ ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുക്കുന്നത്. ബ്രൗൺ ഷുഗറിലാണ് ചെയ്യണത്. ചില കാര്യങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിലുപയോഗിക്കണ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് നല്ല കോസ്റ്റ്ലിയാണ്. അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ബ്രൗണീസ് ബ്ലോണ്ടീസൊക്കെ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, പക്ഷേ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലാണ് കിടക്കണം അല്ലേ. അപ്പോൾ ചിലർക്ക് തോന്നും എന്തപ്പോൾ ബ്രൗണിയിൽ ഇത്ര ഉള്ളതെന്ന്. ചോക്ലേറ്റിൻ്റെയൊക്കെ വില ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കൊക്കോ പൗഡറുടെ റേറ്റും നല്ല കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോക്ലേറ്റ്സിൻ്റെ വിലയും കൂടിയത്. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് 2M ചോക്ലേറ്റ് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ കേട്ടോ. ഇതിലെനിക്ക് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട്. ഇത്രയൊക്കെ സാക്രിഫൈസസ് ആണ് ഒരു ഹോം ബേക്കർക്കുള്ളത്. അപ്പോൾ ഞാൻ വേഗം ബ്രൗണി ബേക്ക് ചെയ്യാൻ വെച്ച ശേഷം അതാ കണ്ടില്ലേ, സിങ്കിൽ ഒരുപാട് പാത്രങ്ങളുണ്ട്. അപ്പോൾ അടുക്കളയിൽ ഒരു സിങ്ക് ഉണ്ട്, പക്ഷെ അവിടെ കഴുകില്ല കേട്ടോ. ഞാൻ പകൽ നേരത്തൊക്കെ ബാക്കിൽ കൊണ്ടിട്ടിട്ടാണ് കഴുകാറ്. ഇവിടെ വലിയ സിങ്കാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കഴുകി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച ശേഷം എന്താ രാവിലെ തന്നെ വാഷിംഗ് മെഷീൻ ഇട്ടിരുന്നു. അതിനി തോരിയിടലാണ്. 3-4 അയയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ തുണികൾ. അത് ഇട്ട് കഴിയുമ്പോഴേക്കും കൈ കുഴയും. മക്കളുടെ ഫ്രീ ടൈമൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ബ്രൗണിയൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് നന്നായിട്ട് ആറിക്കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഓരോന്നിലും ചോക്ലേറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണം. വീട്ടിലുണ്ടാക്കണതിനേക്കാട്ടിലും പുറത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ കരുതലോടുകൂടിയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യണത്. ഇതുപോലുള്ള മിനി വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ജസ്റ്റ് ഒന്ന് അറിയാനാണ്.